ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ. അപ്പോൾ എല്ലാവരും ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്ന ഒരു സമയമാണ് അല്ലേ? ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു മാസമാണ് ഇത്, കർക്കിടക മാസം. അപ്പോൾ നമ്മൾ സാധാരണ കർക്കിടക കഞ്ഞിയൊക്കെ വെക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാനും ഒരു കർക്കിടക കഞ്ഞിയാണ് ഇവിടെ ഉലുവ കഞ്ഞിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് ഒരു ചെറിയ ഗ്ലാസ് മട്ടയരി എടുത്തിട്ടുണ്ട്, കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ രാത്രി കുതിർക്കാനിട്ടതാണ് കേട്ടോ, കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു അരമുറി തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും കൂടെ ഉണ്ട്. അത്രയും കഞ്ഞിക്കുള്ളതാണ്. കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഒരു ഉലർത്തൂടുണ്ട്, പയറാണ്, ചെറുപയർ. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് കുരുമുളക്, ഒരു 2 ടീസ്പൂൺ കുരുമുളകുണ്ട്, ഒരു കുടം വെളുത്തുള്ളി, ഒരു പകുതി സവാള കേട്ടോ. സവാളയ്ക്ക് വരെ ചെറിയ ഉള്ളി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. ഞാനിവിടെ വെളുത്തുള്ളിയാണ്, അതിൻ്റെ ഫ്ലേവറാണ് മുൻപിൽ നിൽക്കേണ്ടത്, അതുകൊണ്ട് വെളുത്തുള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കഞ്ഞി തയ്യാറാക്കാം. കഞ്ഞി നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഉലുവ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരി വേകാനുള്ള വെള്ളം ഉണ്ടല്ലോ, അത് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് അടുപ്പിൽ വയ്ക്കാം. നമ്മുടെ കുക്കർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം ആവി വന്ന് തുടങ്ങി. നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 വിസിൽ അടിക്കട്ടെ. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ജീരകവും ഒന്ന് അരച്ച് വെക്കണം. ഞാൻ പാലല്ല ചേർക്കുന്നത്, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇതാ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങയും ജീരകവും ചതച്ച് വെക്കണം. അതുപോലെ തന്നെ പയറിനുള്ള കുരുമുളകും വെളുത്തുള്ളിയും സവാളയും ഒന്ന്. നമ്മുടെ കഞ്ഞി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അരിയും ഉലുവയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതിൽ ഉപ്പ് ചേർത്തായിരുന്നു. ആദ്യമേ നമ്മൾ ഉപ്പും കൂടെ ചേർത്താണ് കഞ്ഞി വെച്ചത്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയ കഞ്ഞിയാണ് കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. കയ്പൊന്നുമില്ല കേട്ടോ, കയ്പൊട്ടും ഇല്ല. നല്ല അടിപൊളി കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജീരകത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വെച്ചിട്ട് പയർ ഒന്ന് ഉലർത്തിയെടുക്കാം. പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ഉലർത്തിയെടുക്കാം. നമ്മുടെ പയർ ഉലർത്താനുള്ള പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ഉണക്കമുളകും ഇട്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, വെളുത്തുള്ളി, സവാള ഇവിടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. നല്ലൊരു മണമാണ് കേട്ടോ. എല്ലാം കൂടെ മൂത്ത് വരുന്നത്. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലോട്ട് കൊടുക്കുക. കുറച്ച് വെള്ളമുണ്ട് ഇതിൽ, അതൊന്ന് വറ്റി വരണം. ഒന്ന് വറ്റി വരട്ടെ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പ് ചേർത്താണല്ലോ പയർ വേവിച്ചത്. ഉപ്പുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. വെള്ളം ഒന്ന് വറ്റി വരണം. നമ്മുടെ പാനിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കർക്കിടക കഞ്ഞിയും ഉലുവ കഞ്ഞിയും പയറുലർത്തിയതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.